എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്തായിരിക്കും. അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിൽ എന്തായിരിക്കും, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, ആദ്യം നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി എന്താണെന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ. ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാം എന്ന് പറയുന്ന സമയത്തുള്ള പേഴ്സൻ്റെ ഫീലിങ്സ് എന്തായിരിക്കും. അതുപോലെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്ന സമയത്തുള്ള ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്തായിരിക്കും. അതായത് ആ സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിൽ എന്തായിരിക്കും, അതും നമുക്ക് നോക്കാം. എല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്ന കുറച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ, മേ ബി നിങ്ങൾ ആ പേഴ്സണെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതായത് ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളോട് സംസാരിക്കണമെന്ന് ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ആദ്യമായിട്ട് ലഭിക്കുന്നുണ്ട്, വളരെ ശക്തമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഫീലിങ്സ് മറച്ചു വയ്ക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമം മറച്ചു വയ്ക്കാൻ വളരെ കഴിവുള്ള ആൾക്കാരാണ്. വിഷമം എന്നതിലുപരി നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്ന് മറച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് മറച്ചു വയ്ക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് ആ പേഴ്സണോട് മറച്ചു വയ്ക്കുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് ആ പേഴ്സണോട് തുറന്ന് പറയുന്നില്ല, അതുപോലെ നിങ്ങൾ വിചാരിക്കുന്നത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. അതായത് ചുരുക്കത്തിൽ രണ്ടുപേരുടെയും ഫീലിങ്സ് തുറന്ന് പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സും തുറന്ന് പറയുന്നില്ല, ആ പേഴ്സൻ്റെ ഫീലിങ്സും തുറന്ന് പറയുന്നില്ല. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഫീലിങ്സ് മറച്ചു വെക്കുകയാണ് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ഇനി നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് മറച്ചു വയ്ക്കുകയാണെങ്കിൽ പോലും മേ ബി നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല. അതായത് നിങ്ങളുടെ ഫീലിങ്സ് ആ പേഴ്സണോട് തുറന്നു പറയണം എന്നായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ ആ പേഴ്സൺ എന്താണോ പറയേണ്ടത് അത് നിങ്ങളോട് പറയണമെന്ന് ആ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല. ആ പേഴ്സണും അതിന് സാധിക്കുന്നില്ല, നിങ്ങൾക്കും അതിന് സാധിക്കുന്നില്ല. അത് കാരണം നിങ്ങൾ രണ്ടുപേരും ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും നിങ്ങൾ ആ പേഴ്സണെ കുറിച്ചും ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. ആ പേഴ്സൺ മാത്രമല്ല, ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എത്രമാത്രമാണോ ചിന്തിക്കുന്നത് അത്രത്തോളം തന്നെ നിങ്ങളും ആ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങളെയും നിങ്ങൾ ആ പേഴ്സണെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അത് തുറന്നു പറയാൻ തയ്യാറല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഞാൻ രണ്ടുപേരും എന്ന് പറയാൻ കാരണം, ഇത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആയിരിക്കാം. ഇവിടെ മനസ്സിലാക്കുന്നത് ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആണെന്നാണ്. മേ ബി നിങ്ങൾ രണ്ടുപേരും ഒത്തിരി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്കേ അറിയൂ. പക്ഷേ എന്തോ ഒരു തടസ്സം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം, ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. രണ്ടുപേരും കാത്തിരിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സൺ നിങ്ങളെയും നിങ്ങൾ ആ പേഴ്സണെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജി ആയിട്ട് എനിക്കിവിടെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി ആ പേഴ്സൺ വളരെയധികം പേഷ്യൻസ് ഉള്ള ഒരാളായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ
ആ പേഴ്സണെ പേഷ്യൻസ് എന്താണ് അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചു എന്നുള്ളതാണ്. കാരണം ആ പേഴ്സൺ ഒരുപാട് നാളായിട്ട് നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഈ ഒരു എനർജി എനിക്ക് മുൻപും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് റീഡിങ്ങിൻ്റെ എനർജി നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന്. ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വിഷമത്തിലാണ്. അതായത് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതിന് ആ പേഴ്സണൊരു അവസരം ലഭിക്കുന്നില്ല. മേ ബി അതോർത്തിട്ടായിരിക്കാം ആ പേഴ്സൺ വിഷമിക്കുന്നത്. അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കരിയറിൽ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിരിക്കില്ല. അത് ഓർത്തിട്ടാവാം ആ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ പേഴ്സൻ്റെ കരിയറിലും ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഇതിനെക്കുറിച്ച് ഓർത്ത് ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. നിങ്ങളും ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളും നിങ്ങളുടെ വിഷമം ആരോടും പറയുന്നുണ്ടാവില്ല. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക. എന്തായാലും ആ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനും അതിനുശേഷം ആ പേഴ്സണ് പറയാനുള്ളത് പറയാനും ആ പേഴ്സൺ കാത്തിരിക്കുകയാണ്. അതായത് ആദ്യം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ആ പേഴ്സണോട് പറയൂ, അതിനുശേഷം ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയാം എന്ന് ചിന്തിക്കുകയാണ്. അതായത് ആ പേഴ്സണ് പറയാനുള്ളത് നിങ്ങളോട് ആ പേഴ്സൺ പറയാമെന്ന് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ എന്തോ പേടിയുള്ളത് പോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആ പേഴ്സൺ എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തത് ആ പേഴ്സണൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ആ പേഴ്സണ് ഇല്ലായിരിക്കാം. ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മേ ബി നിങ്ങളോട് സംസാരിക്കുന്നതിനെ പറ്റി ആ പേഴ്സൺ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ആ പേഴ്സൺ അതിന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, അതിന് ശ്രമിച്ചിട്ടുമുണ്ടായിരിക്കാം. പക്ഷേ ആ പേഴ്സൺ അതിന് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് അതിന് സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്നത്. എന്തായാലും ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് നോക്കാം, നിങ്ങൾ ആ പേഴ്സണോട് പറയുകയാണ്, അതായത് നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് നിങ്ങൾ ആ പേഴ്സണോട് പറയുകയാണെങ്കിൽ അപ്പോൾ ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്തായിരിക്കും, അതായത് ആ സമയത്ത് ആ പേഴ്സൺ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത്, ഇതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് പറയുകയാണെങ്കിൽ ആ പേഴ്സൺ ഒരുപാട് സന്തോഷിക്കും. പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സൺ അത് വിശ്വസിക്കാൻ സാധിക്കില്ല. അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് പറയുകയാണോ, അതോ ആ പേഴ്സണ് വെറുതെ തോന്നുന്നതാണോ, അല്ലെങ്കിൽ ആ പേഴ്സൺ സ്വപ്നം കാണുന്നതാണോ എന്ന് ആ പേഴ്സൺ വിചാരിക്കും. ഇവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സണ് വിശ്വസിക്കാൻ സാധിക്കില്ല നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് പറഞ്ഞോ എന്ന്. അത്രമാത്രം ആ പേഴ്സൺ സന്തോഷിക്കും. കാരണം ആ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമെന്ന്. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമെന്ന് ആ പേഴ്സൺ വിചാരിച്ചിരുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സൺ അത് വളരെയധികം ആഗ്രഹിച്ചിരുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഒരുപാട് സന്തോഷിക്കുന്നത്. പക്ഷേ ആ പേഴ്സൺ ഇത്രത്തോളം സന്തോഷിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. കാരണം ആ പേഴ്സൻ്റെ സന്തോഷം പുറമേ കാണിക്കില്ല എന്നുള്ളതാണ്. അതായത് ആ പേഴ്സൺ സന്തോഷിക്കില്ല എന്നല്ല, ആ പേഴ്സൺ സന്തോഷിക്കും. പക്ഷേ ആ പേഴ്സൺ എത്രമാത്രമാണ് സന്തോഷിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത്രത്തോളം ആ പേഴ്സൺ സന്തോഷിക്കുമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എനിക്ക് ആ പേഴ്സൻ്റെ സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുന്നില്ല. അത്രത്തോളം ആ പേഴ്സൺ സന്തോഷിക്കുമെന്നുള്ളതാണ്. പക്ഷേ ആ പേഴ്സൺ അത് പുറമേ കാണിക്കില്ല. നിങ്ങൾ ആ പേഴ്സണെ വഴക്ക് പറയും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അതായത് ഇത്രത്തോളം സന്തോഷമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നോട് മുൻപ് സംസാരിച്ചില്ല, അല്ലെങ്കിൽ എന്നോട് ആദ്യം സംസാരിച്ചില്ല, ഞാനല്ലേ പറഞ്ഞത് സംസാരിക്കണമെന്ന്, എന്നോട് എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്ന് ചോദിച്ച് നിങ്ങൾ ആ പേഴ്സണെ വഴക്ക് പറഞ്ഞാലോ
എന്ന് പേടിച്ചിട്ടായിരിക്കാം ആ പേഴ്സൻ്റെ സന്തോഷം പുറമേ കാണിക്കാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൺ എന്തോ ചെറിയൊരു പേടിയുള്ളത് പോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ ആ പേഴ്സണെ വഴക്ക് പറയുമോ എന്ന് ആ പേഴ്സണ് പേടിയുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് ആ പേഴ്സൺ സന്തോഷിക്കുമെങ്കിൽ പോലും ആ പേഴ്സണ് ചെറിയൊരു പേടി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ ചിന്തിക്കും, ഒരുപാട് നാളായിട്ട് ഞാൻ ഇതിനു വേണ്ടി കാത്തിരുന്നതാണ്, എൻ്റെ ആഗ്രഹം സാധിച്ചു. അത് ആ പേഴ്സൻ്റെ ആഗ്രഹം പോലെ തന്നെ ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ആ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നതും നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നതും അതിനെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുമായിരിക്കാം. ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം. ഇനി നമുക്ക് നോക്കാം, നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്ന സമയത്തുള്ള ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്. അതായത് ആ പേഴ്സൺ ആ ഒരു സമയത്ത് എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത്, ആ സമയത്തുള്ള ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്, അതായത് ആ പേഴ്സൻ്റെ മനസ്സിൽ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഇത്രമാത്രം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ഒരു ചെറിയ പേടി ഫീൽ ചെയ്യുന്നതെന്ന്. നിങ്ങളോട് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരിക്കാം ആ പേഴ്സണ്, പക്ഷേ എങ്കിൽ പോലും നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സണ് സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കില്ല എന്ന്. കാരണം നിങ്ങൾ വളരെ വ്യക്തമായി നിങ്ങൾക്ക് എന്താണോ പറയേണ്ടത് അത് ഓരോന്നോരോന്നായി പറയുന്നുണ്ടായിരിക്കാം. അതായത് വിശദമായി നിങ്ങൾക്ക് എന്താണോ ആ പേഴ്സണോട് പറയേണ്ടത് അത് നിങ്ങൾ ആ പേഴ്സണോട് പറയുന്നുണ്ടായിരിക്കാം. നിങ്ങൾ പറയുന്നത് പോലെ വിശദമായി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആ പേഴ്സണും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സണ് അതിന് സാധിക്കില്ല എന്ന് ആ പേഴ്സണ് തന്നെ ഒരു തോന്നലുണ്ട്. മേ ബി ആ പേഴ്സണ് നിങ്ങൾ സംസാരിക്കുന്നത് പോലെ വളരെ മനോഹരമായി സംസാരിക്കാൻ അറിയില്ലായിരിക്കാം. അതായത് ആ പേഴ്സൺ നന്നായി സംസാരിക്കും, പക്ഷെ നിങ്ങൾ സംസാരിക്കുന്ന അത്രത്തോളം കോൺഫിഡൻസോടെ ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും. പേഴ്സണ് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്, പക്ഷേ ആ പേഴ്സൺ വിചാരിക്കുന്നത് ആ പേഴ്സണ് നിങ്ങളുടെ അത്ര കോൺഫിഡൻസ് ഇല്ല എന്നാണ്. അത് ആ പേഴ്സണ് വെറുതെ തോന്നുന്നതായിരിക്കാം. ആ പേഴ്സണ് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം, നിങ്ങളെപ്പോലെ തന്നെ ആ പേഴ്സണും കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടോ ആ പേഴ്സൺ വിചാരിക്കുന്നു ആ പേഴ്സണ് നിങ്ങളുടെ അത്ര കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് പോലെ ആ പേഴ്സണ് സംസാരിക്കാൻ സാധിക്കില്ല ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആ പേഴ്സൺ വിചാരിച്ചതുപോലെ നിങ്ങളോട് തുറന്ന് പറയാൻ സാധിക്കില്ലല്ലോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് തുറന്ന് പറയാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സണ് പറയാനുള്ളത് പറയാൻ നിങ്ങൾ ഒരു അവസരം കൊടുത്തില്ലെങ്കിലോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പറയാനുള്ളത് ആ പേഴ്സണോട് പറയും, പേഴ്സണ് പറയാനുള്ളത് നിങ്ങൾ കേൾക്കില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുമായിരിക്കാം ആ പേഴ്സണ് പറയാനുള്ളത്, പക്ഷേ ആ പേഴ്സൺ നിങ്ങളുടെ ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് കേൾക്കുന്നത് പോലെ നിങ്ങൾ ആ പേഴ്സൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിലോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും പേഴ്സൺ ശ്രദ്ധിച്ച് കേൾക്കുമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ, നിങ്ങളുടെ സംസാരം കേൾക്കാൻ ആ പേഴ്സൺ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും ആ പേഴ്സൺ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നത്. നിങ്ങൾ ആ പേഴ്സണോട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറഞ്ഞാലും അതിന് നിങ്ങളൊരു അവസരം കൊടുത്താലും ആ പേഴ്സൺ വിചാരിക്കുന്നത് പോലെ മനോഹരമായി ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയാൻ സാധിക്കില്ല. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ആ പേഴ്സൺ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ, ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്നു പറയാൻ നിങ്ങൾ ആ പേഴ്സൺ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്നു പറയാൻ ആ പേഴ്സൺ ശ്രമിക്കുമെന്നുള്ളതാണ്. മേ ബി നിങ്ങൾ കുറച്ച് ദേഷ്യമുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് കുറച്ച് ദേഷ്യമുണ്ട്, വാശിയുണ്ട് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വാശിയും ദേഷ്യവുമൊക്കെ ആ പേഴ്സണ് ഇഷ്ടമാണ്. അതേസമയം നിങ്ങൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്
നിങ്ങളുടെ ദേഷ്യം കാണാൻ ആ പേഴ്സൺ ഇഷ്ടമാണ്, നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുന്നത് കേൾക്കാൻ ആ പേഴ്സൺ ഇഷ്ടമാണ്. പക്ഷേ അതേസമയം തന്നെ നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുമെന്നുള്ളതാണ്. പക്ഷേ അത് ആ പേഴ്സൺ പുറമേ കാണിക്കില്ല, ആ പേഴ്സൻ്റെ വിഷമം ആ പേഴ്സൺ പുറമേ കാണിക്കില്ല, എങ്കിലും ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുമെന്നുള്ളതാണ്. പേഴ്സൺ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മനോഹരമായ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് ആ പേഴ്സണ് എന്തോ ഒരു വിശ്വാസമുണ്ട്. അതായത് നിങ്ങളൊന്ന് ആ പേഴ്സണോട് സംസാരിച്ചാൽ മതി, നിങ്ങൾക്ക് ആ പേഴ്സണോട് എത്രമാത്രം പിണക്കമുണ്ടെങ്കിലും ആ പേഴ്സണോടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പിണക്കം മാറുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമെന്ന് നിങ്ങളും ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ് എന്നൊരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. മേ ബി നിങ്ങളും ആ പേഴ്സണിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായിരിക്കാം. ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം. അതായത് മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം. ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. അതുപോലെ നിങ്ങൾക്കോ ആ പേഴ്സണോ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.